മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാമൊരു മനമാ. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വാഗ്ദാന പേടകത്തിൽ ഇന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുക പ്രാർത്ഥനയെക്കുറിച്ച്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥന നയിക്കുന്നവരാണ്, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണ്, സ്വയം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങൾ, പ്രാർത്ഥന എന്താണ് എന്നതിനെക്കുറിച്ച് അല്പം വിചിന്തനം നല്ലതായിരിക്കും എന്ന് കരുതുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള അവന്റെ സത്തയുടെ ദാഹമാണ് പ്രാർത്ഥന. ഒരു വ്യക്തി ദൈവത്തിന്റെ വേണ്ടി ദാഹിക്കുന്നു. തന്റെ ജീവിതാനുഭവങ്ങളിൽ നമ്മെ തകിടം മറിക്കുന്ന, തകർത്ത് കളയുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരം സംഭവങ്ങളുണ്ടാകും. പ്രതികൂലമായ സംഭവങ്ങളിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ നാം തിരിച്ചറിയുമ്പോൾ ഓരോ വ്യക്തിയും പരമശക്തിയെ ആശ്രയിക്കുന്നു. ദൈവമേ എന്ന് അവൾ വിളിക്കുന്നു. എന്തിനാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? പ്രായമാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ? വല്ലപ്പോഴുമൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ? എന്നും പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുക. ഒരു വ്യക്തിയുമായുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെടുന്നത് ആ വ്യക്തിയുമായുള്ള ആശയവിനിമയം
കൂടെ കൂടെ നടത്തുമ്പോഴാണല്ലോ. അതുപോലെ തന്നെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വളരുന്നത് ദൈവവുമായുള്ള സംഭാഷണത്തിലൂടെയാണ്. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ദൈവവുമായി സമയം ചെലവഴിക്കലാണ് പ്രാർത്ഥന. ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ എന്നെ തളർത്തുന്ന, തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം ഞാൻ ചെയ്യേണ്ട ഒന്നല്ല പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ ഞാൻ തകരുമ്പോൾ, പരാജയപ്പെടുമ്പോഴും ഞാൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആ ഉത്തരം കേൾക്കുന്ന ദൈവം എന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും സൗഭാഗ്യകരമായ അവസ്ഥ. എന്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഉള്ളപ്പോൾ മാത്രം, തകരുമ്പോൾ മാത്രം, ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുമ്പോൾ, കൃഷിയിൽ തകർച്ചയുണ്ടാകുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഞാൻ ചെയ്യേണ്ട ഒന്നല്ല പ്രാർത്ഥന. മറിച്ച് എന്നും ആ ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിക്കേണ്ടതാണ്. അതിനാണ് പ്രാർത്ഥന. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചില വ്യക്തികൾക്ക് നിരാശയുടെയോ വേദനയുടെയോ ആധിക്യത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകും. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സംഭവം ഞാൻ പറയട്ടെ. ദൈവ തിരുമനസ്സ് നിറവേറ്റുന്നതാണല്ലോ പ്രാർത്ഥന. ഒരിക്കൽ ഒരു പള്ളിയിൽ അവിടുത്തെ പുതിയതായി വന്ന വികാരിയച്ഛൻ അന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞു. പള്ളിയുടെ കണക്കന്മാര് അന്ന് കിട്ടിയ സ്തോത്രക്കാഴ്ചയുടെ കണക്കൊക്കെ തന്നു. അതിനുശേഷം പള്ളിക്ക് ഒരു കുരിശടിയുണ്ട്. കുരിശടിയിൽ വിശുദ്ധ ഔസപിതാവിന്റെ കുരിശടിയാണ്. അവിടെ നിന്നുള്ള നേർച്ചക്കാഴ്ചകളുടെ കണക്കും അച്ഛൻ്റെ കൊടുത്തു. വികാരിയച്ഛന് വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഇടവകപ്പള്ളിയിലെ ഞായറാഴ്ച 2 കുർബാനയ്ക്കും കിട്ടിയതിലും 4 മടങ്ങ് കൂടുതലാണ് ഔസപിതാവിന്റെ കുരിശടിയിൽ കിട്ടിയ നേർച്ച കാഴ്ചകൾ. വികാരിയച്ഛൻ വീട് സന്ദർശനമൊക്കെ തുടങ്ങി. പുതിയതായി വന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം അച്ഛൻ മനസ്സിലാക്കി. ദേവാലയത്തിൽ നിന്ന് കുറച്ചകലെയായി ഒരു വനമുണ്ട്. അവിടെ തേക്കും തടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയിൽ തേക്കും തടി വെട്ടാൻ വരുന്നവർ മരപ്പണിക്കാരനായ ഔസപിതാവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് 500-ന്റെ നോട്ട് ഇടുന്നതാണ് കുരിശടിയിൽ ലഭിക്കുന്ന പൈസ. അതായത് ഞങ്ങൾ ചെയ്യുന്ന കളവിന് ദൈവമേ ഞങ്ങളെ പിടിക്കരുതേ, ഞങ്ങളെ കൂട്ടു നിൽക്കണമേ എന്ന് പറഞ്ഞ് ഉള്ളതാണ് ചിലരുടെ പ്രാർത്ഥനാ സങ്കല്പം. എന്താണ് പ്രാർത്ഥന? ദൈവ തിരുമനസ്സ് നിറവേറ്റുന്നതാണ് പ്രാർത്ഥന. ദൈവത്തെ എന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്നതല്ല പ്രാർത്ഥന. മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറപ്പെടുന്നതാണ് പ്രാർത്ഥന. ഞാൻ ചെയ്യുന്ന എന്തിനും എന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നതല്ല പ്രാർത്ഥന. മറിച്ച് എന്റെ നന്മയായ, എന്റെ എല്ലാമായ ദൈവം, എന്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ തിരുമനസ്സ് നിറവേറ്റുന്നതാണ് പ്രാർത്ഥന. അതാണല്ലോ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണം. അപ്പോൾ ദൈവത്തിന്റെ തിരുമനസ്സ് നിറവേറ്റുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ തിരുമനസ്സ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവേചിച്ചറിയുന്നതാണ് പ്രാർത്ഥന. അത്തരത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഗെത്സമേൻ തോട്ടത്തിലാണ്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്നതാണ് ഈശോയുടെ ഏറ്റവും വലിയ ശക്തി. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാനും പിതാവും ഒന്നാണ് എന്നുള്ളതാണ് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ ഈശോ വേദനകളാൽ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ വേദനയിൽ പൊളഞ്ഞ ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്
നീങ്ങിപ്പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായ പിതാവ് എന്നെ കൈവിട്ടോ എന്ന് തോന്നിക്കുന്ന ആ വേദനയുടെ മൂർധന്യ അവസ്ഥയിൽ ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. തന്റെ നിസ്സഹായ അവസ്ഥയിലും ദൈവത്തിനു പിതാവിന് ജീവിതം സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ഇതെല്ലാം ചേർത്ത് വായിക്കണം, ജീവിത അനുഭവങ്ങളുമായിട്ട് ചേർത്ത് വായിക്കണം. നമ്മൾ നിസ്സഹായരായിരിക്കുന്ന അവസരങ്ങൾ ധാരാളമുണ്ട് ജീവിതാനുഭവങ്ങളിൽ. അപ്പോൾ ദൈവത്തിന്റെ തിരുമനസ്സിന് തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കലും മാപ്പ് ചോദിക്കലും പ്രാർത്ഥനയാണ്. ദൈവവചനം ശ്രവണം പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. ദൈവവുമായുള്ള സമയം ചെലവഴിക്കൽ പ്രാർത്ഥനയാണ്. ദൈവവുമായുള്ള സംഭാഷണം പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് ഉയരുന്ന വിചാരങ്ങൾ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, ഹൃദയങ്ങൾ ദൈവത്തിങ്കലേക്ക് ഉയർത്തുവിൻ. ഒരിക്കൽ ഒരു മിഷണറി പണ്ട് കാലത്ത് പായ്ക്കപ്പലിലൂടെ യാത്ര ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ പല ദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ആ പായ്ക്കപ്പൽ ധാരാളം സമയം അവിടെ അടുത്തിരുന്നു. അപ്പോഴാ മിഷണറി പുറത്തിറങ്ങി നടന്നു. അവിടെ വല നന്നാക്കുന്ന സഹോദരന്മാരെ കണ്ടു, മീൻ പിടിക്കുവാനുള്ള വല നന്നാക്കുന്ന. അവരുമായിട്ട് സംഭാഷണമൊക്കെ നടത്തി. അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അവരെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു. പക്ഷേ അവർക്ക് അങ്ങനത്തെ പ്രാർത്ഥനകൾ വശമില്ലായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, നിങ്ങളവിടെ 3 പേര്, ഞങ്ങളിവിടെ 3 പേര്, ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് വളരെ നല്ല പ്രാർത്ഥനയാണ്. എങ്കിലും ഈ മിഷണറി അവരെ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു. കുറച്ച് സമയം ചെലവഴിച്ചു. അതിനുശേഷം മിഷണറിക്ക് യാത്രയാകേണ്ടി വന്നു. കുറെ മാസങ്ങൾക്ക് ശേഷം തന്റെ മടക്ക യാത്രയിൽ വീണ്ടും ഈ പായ്ക്കപ്പൽ ഈ സ്ഥലത്ത് അവിടെ നങ്കൂരമിട്ടു. വീണ്ടും കുറച്ച് സമയം അവിടെയൊക്കെ ചെലവഴിച്ചപ്പോൾ തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ മിഷണറി അവരുടെ അടുത്ത് ചെന്നു. സംഭാഷണങ്ങളൊക്കെ നടത്തി. അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ മത്സ്യബന്ധനത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടോ? അവർക്ക് ആ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, നിങ്ങളവിടെ 3 പേര്, ഞങ്ങളിവിടെ 3 പേര്. ഐക്യത്തിൽ ആണ് പ്രാർത്ഥിക്കേണ്ടത്, സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പറഞ്ഞു, 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യ ഞാനുണ്ട്. അവിടെ ആ കൂട്ടായ്മയിലാണ് പ്രാർത്ഥന, ഐക്യത്തിൻ്റെതാണ് പ്രാർത്ഥന, യോജിപ്പിൻ്റെതാണ് പ്രാർത്ഥന, ഭിന്നിപ്പിൻ്റെതല്ല പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയിൽ വരുമ്പോൾ നമ്മൾ രമ്യതയിലായിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരുമയിലായി ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സഹോദര ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത്തരത്തിൽ സ്നേഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമേ, ഇതിനെ ഞാൻ എങ്ങനെ നേരിടും എന്ന് ആകുലപ്പെടുന്നവരുണ്ട്. നമ്മൾ പറയാറുണ്ട് സമർപ്പിക്കുക. എന്താണ് ഈ സമർപ്പണം? എങ്ങനെയാണ് സമർപ്പണം പ്രാർത്ഥനയായി മാറുന്നത്? ഒരു സംഭവകഥ പറഞ്ഞ് അത് വിശദീകരിക്കാം. 2 സുഹൃത്തുക്കൾ, അവർക്ക് ഒരു ബൈക്ക് അപകടമുണ്ടായി. ചികിത്സയൊക്കെ കഴിഞ്ഞു, അവർ വീട്ടിലായി. എന്നിരുന്നാലും അവരുടെ ശരീരത്തിന് കാലിനുമൊക്കെ നേരത്തതുപോലെയുള്ള ഒരു ആരോഗ്യമില്ല. ആയതിനാൽ ഇവർ 2 പേരും ഒരു തിരുമശാലയിൽ ഒരു വൈദ്യനെ കാണാൻ പോയി. അങ്ങനെ വൈദ്യനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആ സകലം ഈ കാലുകളും തിരുമ്മി തരാം, അങ്ങനെ ഇത് തിരുമ്മുമ്പോൾ കാലിന് കൂടുതൽ ബലം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആള് വൈദ്യന്റെ തിരുമിനായിട്ട്
പ്രവേശിച്ചു. മറ്റേയാൾ പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ആള് ഈ വൈദ്യന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാല് തിരുമിയപ്പോൾ വേദന കൊണ്ട് വാവിട്ട് കരഞ്ഞു ഉറക്കെ. ഇത് പുറത്തുനിന്ന രണ്ടാമത്തെ ആൾ കേൾക്കുന്നുണ്ടായി. സമയം പൂർത്തിയായപ്പോൾ അദ്ദേഹം തന്റെ തിരുമ കഴിഞ്ഞു പുറത്തുനിന്ന രണ്ടാമത്തെയാള് തന്റെ കാല് തിരുമുവാനായിട്ട് വൈദ്യന്റെ അടുത്ത് വന്നു. വൈദ്യൻ കാല് തിരുമി. ആദ്യത്തേതുപോലെയുള്ള ബഹളങ്ങളൊന്നും രണ്ടാമത്തെ ആൾക്ക് കേട്ടില്ല. തിരുമ കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയെ ചോദിച്ചു ആദ്യത്തെയാൾ രണ്ടാമത്തെയാളോട്, നിന്റെ കാല് തിരുമിയപ്പോൾ നിനക്ക് വേദനയൊന്നും ഉണ്ടായില്ലേ? ഒച്ചപ്പാടൊന്നും കേട്ടില്ലല്ലോ, നിലവിളിയൊന്നും കേട്ടിട്ടില്ലല്ലോ. നിന്റെ കാല് തിരുമിയപ്പോൾ നീ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ എന്റെ വേദനയില്ലാത്ത കാലാണ് തിരുമാൻ കൊടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് നിലവിളിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ, നമ്മുടെ ഏകാന്തതകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അതിന്റെ സമഗ്രതയോടെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അത് സമർപ്പണമായി പ്രാർത്ഥനയായി മാറുന്നത്. അത് വിട്ടുകൊടുക്കുവാൻ, ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു വിട്ടുകൊടുക്കലിന്റെ വേദനയിലേക്ക് വരുവാൻ ആരൊക്കെ തയ്യാറാകുന്നു അവരുടെ ജീവിതത്തിലാണ് പ്രാർത്ഥന ഒരു അനുഭവമായി മാറുന്നത്, പ്രാർത്ഥന ഒരു ശക്തിപ്പെടലായി മാറുന്നത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ തിരുമിന് പോയി, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയി, നമുക്ക് അനുഭവമില്ലാത്തവയായി വരും. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് പ്രാർത്ഥനയായി മാറി. അതുകൊണ്ടാണ് പ്രാർത്ഥന ഹൃദയത്തിന്റെ ഭാഷയാണ് പ്രാർത്ഥന. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തുവിൻ, ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവിൻ. നമ്മൾ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, അത് ബുദ്ധിയിൽ നിന്ന് വരേണ്ടതല്ല. സാധാരണ മനുഷ്യൻ ദാഹിക്കുമ്പോൾ ചോദിക്കും, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ, എനിക്ക് ഒരു ടംബ്ലറിൽ H2O തരുമോ എന്ന് നിങ്ങളോ ഞാനോ ചോദിക്കാറില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നാണ് ചോദിക്കാറുള്ളത്. എന്നതുപോലെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ഈശോ തന്നെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നുകിടും, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുന്നവന് ലഭിക്കുന്നു. ഈശോ പഠിപ്പിച്ചു, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പഠിപ്പിച്ചത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള വിധേയത്വം നമ്മൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് എന്റെ കഴിവല്ല, ഈ ഭക്ഷണം ദൈവം തന്ന ദാനമാണ്, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നും പറയുന്നു. എന്താ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്റെ ആവശ്യമനുസരിച്ച് എനിക്കിങ്ങ് തന്നാൽ പോരെ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുകയാണ്, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ വിധേയപ്പെടുകയാണ്, ദൈവത്തിലുള്ള ആശ്രയത്വം ഞാൻ പ്രകടിപ്പിക്കുകയാണ്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേണ്ടുന്നത് കരുതി വെക്കും. അപ്പോൾ ഡാഡി മമ്മി എനിക്ക് ഇന്നത് വേണം എന്നാ കുഞ്ഞ് പറയുമ്പോൾ, കുട്ടി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ കരുതലോടെ അത് കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയും. എന്നതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അതെല്ലാം അറിയുന്നു. എന്നാൽ അങ്ങനെ ചോദിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള വിധേയത്വം, ദൈവത്തിലുള്ള ആശ്രയത്വം, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്.
വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഉത്തരം കിട്ടുക. സത്യസന്ധതയോടെയുള്ള പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടുക. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന, ക്ഷമയോടെയുള്ള പ്രാർത്ഥന, ഹൃദയ പരിശുദ്ധിയോടെയുള്ള പ്രാർത്ഥന, ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു. പലപ്പോഴും പലരും ചോദിച്ചു പോകാറുണ്ട്, എന്തിനാണ് വിശുദ്ധരുടെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുക? നമുക്ക് മുമ്പേ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ സുഹൃതങ്ങളുടെ നിക്ഷേപമുള്ള മനുഷ്യരാണ് വിശുദ്ധർ. നമ്മളെല്ലാവരും യേശുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എനിക്ക് മുമ്പ് കടന്നുപോയ വിശുദ്ധന്മാർ, അവർ നന്മയിൽ ധാരാളം, സുഹൃതങ്ങളിൽ ധാരാളം സമ്പത്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് വളരെ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടില്ല, റോഡിൽ ഒരു കല്ലിൽ കാല് തട്ടി. ഉടനെ തന്നെ ആ തട്ടിയ ഭാഗത്ത് വേദന ഉണ്ടാകുന്നത് കൊണ്ട് മറ്റു കാലും കൈയുമെല്ലാം ആ വേദനിക്കുന്ന ഭാഗത്ത് തിരുമുവാനായിട്ട് ചെല്ലും. എന്നതുപോലെ തന്നെ നമുക്ക് മുമ്പേ സുഹൃതത്തിൽ നന്മയിൽ ധാരാളം സമ്പാദ്യമുള്ള ഈ വിശുദ്ധന്മാരുടെ അവരുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾക്ക് അവർ മധ്യസ്ഥം ചെയ്യും. ഇതുപോലെ തന്നെയാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയവരാണ്, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവരാണ്. കുറവുകൾ, പോരായ്മകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇനി അത് തിരുത്താൻ സാധിക്കില്ല. എന്നാൽ യേശുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകൾ നമുക്ക് ദാനധർമ്മത്തിലൂടെ, ബലിയർപ്പണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ സഭയിലെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നമ്മൾ ചെയ്യുക, പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നുവെന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മിലുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ ശക്തരായി മാറുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. എത്രയധികം വിശുദ്ധന്മാരെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചേ. നിശബ്ദതയെ സ്നേഹിച്ച വിശുദ്ധന്മാരാണ്. നിശബ്ദതയെ സ്നേഹിച്ച വിശുദ്ധന്മാരാണ്. അപ്പോൾ നിശബ്ദതയിലൂടെ എന്റെ അന്തരംഗങ്ങളിലേക്ക് എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അറിയുമ്പോൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അറിയുമ്പോൾ, പ്രാർത്ഥന എന്നെ രൂപാന്തരപ്പെടുത്തുന്നു, പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തുന്നു, പ്രാർത്ഥന എന്നെ ധൈര്യപ്പെടുത്തുന്നു, പ്രാർത്ഥന എന്നെ സൗഖ്യപ്പെടുത്തുന്നു, പ്രാർത്ഥന എന്നെ ബലപ്പെടുത്തുന്നു, പ്രാർത്ഥന എന്റെ മുഖത്തെ പ്രസരിപ്പിക്കുന്നു, എനിക്ക് പ്രത്യാശ നൽകുന്നു, എനിക്ക് ഉണർവ് നൽകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. ദൈവവുമായി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിലുള്ള വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. രമ്യതയിൽ, എളിമയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ശാന്തതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഭാഷകളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ധൂപം, ഈ ധൂപത്തോടുകൂടെ എന്റെ പ്രാർത്ഥനകളും ഉയരട്ടെ ദൈവത്തിങ്കിലേക്ക്. ഹൃദയത്തിൽ നിന്നും എന്റെ ജീവിത അവസ്ഥകളിൽ നിന്നും എന്റെ ജീവിത അവസ്ഥകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. നിന്റെ നിസ്സാരത നീ മനസ്സിലാക്കുക. ദൈവത്തിലുള്ള വിധേയത്വം നീ പ്രഖ്യാപിക്കുക. ദൈവത്തിൽ നീ ആശ്രയിക്കുക. ദൈവത്തിലുള്ള വിശ്വാസം നീ ഏറ്റുപറയുക. നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ പിതാവ് നിനക്ക് വേണ്ടത് നൽകും. ചോദിക്കുവിൻ, നമുക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നമുക്ക് കണ്ടെത്തും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അത് നമ്മുടെ ജീവശ്വാസമാണ്. ഭൗതികമായി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യണം. എന്നതുപോലെ ആത്മാവിന്റെ ശ്വാസോച്ഛ്വാസമാണ് പ്രാർത്ഥന. ദൈവവുമായുള്ള ബന്ധപ്പെടലാണ് പ്രാർത്ഥന, സംഭാഷണമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന
നന്മയുടെ ഉപകരണങ്ങളാകാം. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ ഉപകരണങ്ങളാകാം. ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മയുടെ ഉൾക്കൊള്ളലിന്റെ വ്യക്തികളായി മാറാം. ദൈവം ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ ഉള്ളവരായി മാറാം. ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞവരായി മാറാം. ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന ഈ ഒരുക്കത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവമേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുവിൻ, കതകടച്ച് പ്രാർത്ഥിക്കുവിൻ, വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതെ ചെയ്യുവിൻ എന്നൊക്കെ ഞങ്ങളോട് ഉപദേശിച്ച ഈശോയെ, ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ, മുറിയുടെ കതവ് അടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ, നിശബ്ദതയിൽ പ്രാർത്ഥിക്കുവാൻ ആത്മാവിന്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. വിവേകവും വിജ്ഞാനവും നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നയിക്കണമേ, നവീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമണ്ണയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.